നമസ്കാരം. റേക്കി ആവിർഭാവ ഘനീഭൂതങ്ങളെല്ലാം തന്നെ ഭൂമിയുടെ അന്തർധാരകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊന്നോർത്ത് നോക്കുക, നിങ്ങളുടെ ശരീരം ഇതിനു മുമ്പ് 2 ഭാഗങ്ങളായിരുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും 2 ഭാഗങ്ങൾ കൂടി ചേർന്ന് നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ ഒരു സ്വന്തം അസ്തിത്വം ഉരുവം കൊണ്ടു. ഈ ഉരുവം കൊണ്ടതെല്ലാം ഒരു അന്ധകാര സീമയുടെ ധ്യാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെയാണ്. അന്ധകാരത്തെയാണ് ശരിക്കും ധ്യാനാത്മകമാക്കേണ്ടത്, ധ്യാന മുഖത്തോടു കൂടി പരിലസിപ്പിക്കേണ്ടത്. മണ്ണിനടിയിലെ ഇരുട്ടിൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന വിത്തിനെ പോലെ ഗർഭപാത്രത്തിൻ്റെ അന്ധകാരത്തിൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന ശിശുവിനെ പോലെ എല്ലാ തുടക്കങ്ങളും ഇരുട്ടിലാണ്. കാരണം എന്തിനും ആരംഭിക്കുവാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലൊന്ന് അന്ധകാരമാണ്. അതുകൊണ്ടാകാം സുശ്രുതൻ രാത്രിയിൽ നദിയുടെ തീരത്ത് വച്ച് ലോകത്താദ്യമായി ശാസ്ത്രക്രിയ ചെയ്തത്. അന്ന് നിലാവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതിൻ്റെ ഒരു രൂപാന്തരമായിട്ടാണെന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ മരുന്നിൻ്റെ കുറിപ്പടിയിൽ RX എന്ന വാക്ക് എഴുതുന്നത്. അതൊരു മഹാമന്ത്രമാണ്. തുടക്കം, ഹീലിംഗ് സ്റ്റാർട്ടിങ്, നിന്നെ രക്ഷസിൽ നിന്നും ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബ്രാഹ്മി ലിപി, രാഖാദേവി നിന്നെ രക്ഷിക്കട്ടെ. ഹീലിംഗ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചന്ദ്രൻ്റെ ആ ഭൗമ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രകാശ രേതസ്സുകളാണ്. അപ്പം അതുകൊണ്ടാകാം അതിന് എല്ലാ ഹീലിംഗ് ഡൈറ്റീസിനെയും ഫീമെയിൽ ആസ്പെക്റ്റ് ഓഫ് ക്യാരക്ടർ എന്ന സംജ്ഞയിൽ സംസ്ഥാപിതമായത്. ധ്യാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങൾ രാത്രിയാണ്, അന്ധകാരമാണ്. പ്രഭാതത്തിലും ഉള്ള അന്ധകാരമുണ്ട്. ആ പ്രഭാതത്തിലുള്ള അന്ധകാര സമയത്തുമാണ് ധ്യാനത്തിന് ഏറ്റവും അഭികാമ്യം. തുടക്കം ഈ അന്ധകാരത്തിൽ നിന്ന് നിഗൂഢമായതുകൊണ്ട് ഇരുട്ട് ആവശ്യമാകുന്നു. ഇരുട്ടിലാണെല്ലാം വിരിയുന്നത്. ഇരുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തമസ് എന്ന ഒരു സംജ്ഞയിൽ കൂടിയും അത് അറിയപ്പെടുന്നുണ്ട്. സത്വം, തമസ്, രജസ്. പ്രപഞ്ചം, കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം, മായ എന്ന് പറയുന്നത് അന്ധകാരം, ഇരുട്ട്, അത് തമസ്സാണ്. മൃത്യോമ അമൃതംഗമയ തമസ്സോമ ജ്യോതിർഗമയ. അതായത് തമസ്സും രജസ്സും സത്വവും ഓരോ ദേഹത്ത് മാറി മാറി പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന കർമ്മവാസനകൾ പുറത്തു വരുന്നത്. കർമ്മങ്ങളെല്ലാം തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരത്തിലെ കാരണശരീരം എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഇരുട്ട്, അന്ധകാരം എല്ലാത്തിനും ആവശ്യമാണ് ജീവിതത്തിൽ. കാരണം അതുകൊണ്ടുകൂടി അന്ധകാരം ആവശ്യമായി വരുന്നു എല്ലാ മുളപൊട്ടി പുറത്തു വരുന്നതിന്. തുടക്കം വളരെ സ്വകാര്യമാണ്, അതുകൊണ്ടും അന്ധകാരം ആവശ്യമാണ്. ഇരുട്ടിന് ആഴവും പോഷണവും നൽകാനുള്ള അപാരമായ ശേഷിയുണ്ട്. പകൽ നിങ്ങൾ ക്ഷീണിക്കുന്നു, രാത്രി നിങ്ങൾക്ക് ചൈതന്യം തിരിച്ചു തരുന്നു. പ്രഭാതം വരികയും അതിനെ തുടർന്ന്
പകലാവുകയും ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണെങ്കിൽ പകൽ വെളിച്ചം ഒരിക്കലും പ്രത്യക്ഷപ്പെടില്ല. ഇരുട്ടിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പകൽ അസാധ്യമാണ്. പുലരിയിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. മരണമാണ് ആദ്യം, പിന്നെയാണ് ജീവിതം. കാര്യങ്ങളുടെ സാധാരണ ക്രമമനുസരിച്ച് ആദ്യം ജനനമാണ്, പിന്നെയാണ് ജീവിതം. എന്നാൽ ആന്തരിക ലോകത്തിൽ, ആത്മാവിൻ്റെ യാത്രയിൽ അതിന് നേർവിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ആദ്യം മരണവും പിന്നെ ജീവിതവും. സയൻസിൽ ഇതിന് പറയുന്ന റിട്രോ കോഷാലിറ്റി എന്നാണ്. നമുക്ക് മഴയുടെ കാരണമായിട്ട് വെള്ളപ്പൊക്കം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു പാരഡൈമിൽ ആദ്യം വെള്ളപ്പൊക്കം പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു ലോകത്തിൽ മഴയായിട്ട് ഭൂമിയിലത് വരുന്നത്. അപ്പോൾ റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ണടച്ച് ചെയ്യണം, ഇരുന്ന് ചെയ്യണം എന്നാണ് സാധാരണ എല്ലാവരും നിഷ്കർഷിക്കാറ്. തുറന്ന കണ്ണോടുകൂടി റേക്കി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. റേക്കി ഇൻവോക്ക് ചെയ്യുന്നത്, നമുക്ക് റേക്കി കിട്ടുന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ്. പ്രാപഞ്ചിക പ്രാണൻ കപാലകുണ്ടലങ്ങൾ തുറന്ന് കൈവെള്ളകളിലേക്ക് വരുന്നു. പ്രാണാപാനന്മാർ കപാലകുണ്ടലങ്ങളിലൂടെ കടന്നു വന്നത് കൈവെള്ളകളിലൂടെ പുറത്തു വരുന്നു. പ്രാപഞ്ചിക പ്രാണൻ. അപ്പോൾ അതിനെ നമുക്ക് സ്വാംശീകരിക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ആലപ്പുഴ നിലയം റേഡിയോ കിട്ടണമെങ്കിൽ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യണം. ഇത് TV നമ്മൾ ചാനൽ മാറ്റണം. എന്നതുപോലെ നമ്മളുടെ ചാനൽ, ഈ റേക്കി എന്ന് പറയുന്ന ചാനൽ ഒരു ഹൈ വൈബ്രേറ്ററി ഫ്രീക്വൻസിയിലുള്ള ഇനീഷ്യേഷൻ പ്രോസസ്സിലൂടെ നമ്മളുടെ എനർജി ബോഡിയിൽ ഓറിക് ഫീൽഡിലൂടെ അതിനെ പാസ് ചെയ്യിപ്പിച്ച് ഓപ്പൺ ചെയ്യണം. ചക്രങ്ങൾ സക്രിയമാക്കണം. സഹസ്രാരത്തിലൂടെ ഈ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി നമ്മൾ ചാനലൈസ് ചെയ്ത് കൊണ്ടുവന്ന് കൈവെള്ളകളിലെത്തും. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ കണ്ണടച്ചിരുന്നാണ്, അന്ധകാരത്തിലാണ് ചെയ്യേണ്ടത് എന്നാണ്. ഞാൻ എന്നോട് നന്ദി, ഞാൻ റേക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി എന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. പിന്നെ കണ്ണടച്ച്, ആദ്യത്തെ പോയിന്റിൽ കണ്ണടച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഐസ് ആൻഡ് സൈനസ് ഏരിയ. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഭയങ്കര സമ്മർദ്ദം, ഈ കൈവെള്ളകൾക്കുള്ളിൽ ഒരു സമ്മർദ്ദം അനുഭവപ്പെടും. ഈ രണ്ട് കണ്ണുകൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന പുറം കാഴ്ച മെല്ലെ കണ്ണിനെ കാണാൻ പറ്റാതെ കഴിയാതെ വരുമ്പോൾ നമ്മളിൽ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഊർജവും നമ്മളുടെ കൈകളിൽ നിന്നുള്ള ഊർജവും കൂടി ചേർന്ന് അത് മൂന്നാം കണ്ണിൽ പോയി പ്രവർത്തിക്കും. ഈ അടഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ നിന്നുള്ള ഊർജങ്ങൾ മുഴുവൻ മെല്ലെ ബോഡിയിൽ മൂന്നാം കണ്ണ് ആക്ടിവേറ്റ്സ് ആവും. മൂന്നാം കണ്ണ് ആക്ടിവേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ അത് നിബദിക്കുന്നത് അനാഹതത്തിലാണ്. അനാഹത ചക്രത്തിലേക്ക് ഊർജം മുഴുവൻ ഉതിർന്ന് വീണാൽ ആ സമയത്ത് ആ വ്യക്തിയിലെ ഒരു കുണ്ടലിനി ആരോഹണം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാകും. 6th സെൻസുകൾ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ കണ്ണടച്ചിരുന്ന് 1 മുതൽ 27 സ്ഥാനങ്ങളിലാണ് നമ്മൾ റേക്കി ചെയ്യുന്നത്. ഒരു പോയിന്റിൽ കൈവച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് പിന്നെ കൈകളിങ്ങനെ മെല്ലെ പരസ്പരം അഭിമുഖമായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഊർജത്തിൻ്റെ തോത് മനസ്സിലാവും. 2 കൈവെള്ളകൾക്കിടയിലായിട്ട് ഒരു പുള്ളിങ് ആൻഡ് പുഷിങ് സെൻസേഷൻ ഫീൽ ചെയ്യും. ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ് ലേറ്റർ.